80കളിൽ ജനിച്ചവർക്കുണ്ടായിട്ടുള്ള ഒരു ഭാഗ്യം എന്താണെന്ന് അറിയാമോ? അവർക്ക് ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്തും ജീവിക്കാൻ സാധിച്ചു. ഇപ്പോൾ ടെക്നോളജിയുടെ ഈ വളർച്ചയുടെ കാലത്തും ജീവിക്കാൻ സാധിക്കുന്നു. നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ടാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതും അത് മാനുഷിക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാകുന്നതും. പറഞ്ഞു വരുന്നത് ന്യൂറാലിങ്കിനെ കുറിച്ചാണ്. എന്താണ് ന്യൂറാലിങ്ക്? മുന്നിലുള്ള മൗസിനെ തലച്ചോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പ് വഴി പ്രവർത്തിപ്പിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് ന്യൂറാലിങ്ക്. ഒരു മൗസ് പോയിന്റോ ടച്ച് സ്ക്രീനോ ഉപയോഗിക്കുന്നതിന് സമാനമാണ് ന്യൂറാലിങ്ക്. ജനുവരി 29-ാം തീയതി മനുഷ്യനിൽ ആദ്യമായി ഒരു ചിപ്പ് ഘടിപ്പിച്ചു. ചിപ്പ് സ്വീകരിച്ച വ്യക്തി ഇപ്പോൾ വിശ്രമത്തിലാണ്. കുരങ്ങുകളിലെ പരീക്ഷണത്തിന് ശേഷമാണ് ചിപ്പ് മനുഷ്യനിൽ പരീക്ഷിക്കുന്നത്. ശാസ്ത്രലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും ആ വ്യക്തിയിലേക്കാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇലോൺ മസ്കാണ് ലോകത്തിന് മുൻപിൽ ഈ ഞെട്ടിക്കുന്ന കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂറാലിങ്ക് കൊണ്ട് ആദ്യഘട്ടത്തിൽ ഗുണം ലഭിക്കുന്നത് കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടവർക്കാണ്. സ്വന്തമായി മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ചലിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് സാരം. ചിന്തകൾ ഡീകോഡ് ചെയ്ത് അക്ഷരങ്ങളാക്കാനുള്ള മിടുക്ക് ഇപ്പോൾ ന്യൂറാലിങ്കിനില്ല. ആദ്യഘട്ട പരീക്ഷണങ്ങൾക്ക് ശേഷം കൂടുതൽ അപ്ഡേറ്റോടെ ന്യൂറാലിങ്ക് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. അവസാനം സ്വകാര്യമായൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമോ എന്ന് കണ്ടറിയണം.